അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മുമ്പൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പുതിന ഞാൻ വെച്ച ഒരു ചട്ടിയിൽ. മുമ്പത്തെ വീഡിയോയിൽ ആ വെച്ച സമയത്താണ് ഞാൻ കാണിച്ചു തന്നത്. ഇപ്പോൾ ഇത് ഒരുപാടായിട്ടുണ്ട്, കണ്ട. ഇതിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കാറുമുണ്ട്. എന്താ കണ്ട, ഒരുപാടായി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വളരെ സന്തോഷമായി. നമ്മൾ അത് വെച്ച് ദിവസവും വെള്ളമൊഴിച്ച്, അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫലം കിട്ടും എന്നുള്ളത് ഉറപ്പായി. അപ്പോൾ ചായക്കായി കഴിഞ്ഞാലും അതേപോലെ തന്നെ ഇറച്ചിക്കറികൾ, മറ്റുള്ള കറികളിലേക്കൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ കറിവേപ്പില ആദ്യമൊക്കെ കുറേയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെട്ടി ഞങ്ങൾ ഇങ്ങനെ ആക്കിയപ്പോൾ രണ്ടാമത് പൊടിച്ച് വരുന്നതാണ് ഈ കാണുന്നതൊക്കെ. അത് നല്ല രസമായിട്ട് തന്നെ വരുന്നുണ്ട്. മുമ്പൊക്കെ നമുക്ക് ഒരുപാട് ഇലകൾ ഇതിൽ നിന്ന് തന്നെ ഉപയോഗിച്ചിരുന്നു. പിന്നെ അതേപോലെ തന്നെ തക്കാളി നമ്മളിവിടെ മുളച്ച തക്കാളിയാണ്, അതിൽ നിന്നുണ്ടാവുന്ന തക്കാളിയാണിത്. ഒരു ചെറിയ തക്കാളി ഇതിലുണ്ട്. അതേപോലെ തന്നെ 10 മണി പുഷ്പത്തിൻ്റെത്. ചെടികളൊക്കെ നമ്മളിവിടുന്ന് ഒഴിവാക്കിയതിന്, എന്നാലും ഇത് തീരെ നിവൃത്തിയില്ലാത്തത് കളയാൻ പറ്റിയില്ല. അപ്പോൾ അതേപോലെ തന്നെ പച്ചമുളക് നമ്മൾ പാവിയതണത്, ഇതൊക്കെ പറിച്ച് കുത്താനായിട്ടുണ്ട്. ഇതിൽ തിങ്ങി വളർന്ന്. അതേപോലെ അത് പനിക്കൂർക്ക, കഞ്ഞിക്കൂർക്ക അല്ലെങ്കിൽ പനിക്കൂർക്ക എന്നാണ്. മറ്റുള്ള ചെടികളൊക്കെ ഇതാണ്. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ മുളകൊക്കെ വാങ്ങിച്ചെന്ന് അറിഞ്ഞിരുന്നില്ലേ. ഇത് കറിവേപ്പില വേറൊരെണ്ണം വാങ്ങിച്ചതാണ്. അതേപോലെ തന്നെ പച്ചമുളക്, ഇത് നമ്മുടെ വെള്ള മുളകാണ്, കടലാസ് മുളകെന്ന് പറയുന്നത്. പക്ഷെ ഇതൊക്കെ പഴുത്ത്, കണ്ട, നന്നായിട്ട് പഴുക്കണതാണ് ഈ കാണുന്ന കളറ്. ഇതിൻ്റെ ഉള്ളിൽ കാണുന്നില്ലേ അത്. അതേപോലെ ഇത് മറ്റൊരു തരം കളറുള്ള മുളകാണ്. ഇതിൻ്റെത് ഇതേപോലെ തന്നെ വയലറ്റ് കളറാണത്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല റെഡ് കളറായി മാറും. ഇതിൻ്റെ അടിയിൽ ഇതായി കാണുന്നതാണ് റെഡ് കളറായിട്ട്, കണ്ട, ആ കാണുന്നത് അതിൻ്റെത്. ഇത് വയലറ്റ് മുളക് ഇട്ടാൽ, നേരത്തെ പറഞ്ഞത് കടലാസ് മുളകിൻ്റെതാണ്. ഇതാണ് റെഡ് കളറായിട്ട് കാണുന്നത്, കണ്ട. ഇത് വയലറ്റ് മുളകിൻ്റെത്. പിന്നെ ഇത് അതേപോലെ തന്നെ ഇതിലൊരു മുളച്ച് വന്നൊരു തക്കാളി തൈയാണത്. ഇത് നമ്മൾ വാങ്ങിച്ച തക്കാളിയാണ്. അതിൽ ഒരുപാട് തക്കാളികളുണ്ട്. ഇതിങ്ങനെ കൊലകൊലായിട്ട് നല്ല രസമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വെള്ളമൊഴിക്കുന്നത് കൊണ്ട് ഇതൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. എന്തായാലും അതേപോലെ തന്നെ ഇത് കുളമ്പ് ചീര എന്ന് പറയുന്നത് നമ്മുടെ ചീര. ഇതൊക്കെ ഉണങ്ങിപ്പോയതാണ്. ഇതൊക്കെ നമ്മൾ വീണ്ടും രണ്ടാമത് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയാക്കി എടുത്തതാണ് ഇതൊക്കെ. ഇതിൽ നിന്ന് 3-4 മുളക് തൈ ഞാനിതിൽ നിന്ന് മാറ്റി കുഴിച്ചിട്ടതാണത്. അപ്പോൾ ഇതൊക്കെ വളർന്ന് വരുമ്പോൾ നമുക്ക് കാണാം, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സമ്പത്തുകൾ, കൃഷികളും ചെടികളും ഒക്കെ ആയിട്ടുള്ള സമ്പത്ത്. ഇത്രയേ ഉള്ളൂ. മറ്റുള്ളതൊക്കെ നമ്മൾ കളഞ്ഞു. മുമ്പ് ഞാൻ കുറേ ചെടികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നില്ലേ, അതൊക്കെ നമ്മൾ കളഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ, നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതിനുള്ള ഫലം ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇത് തന്നെയാണ്. കാരണം എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയല്ലേ. ഇടയ്ക്കിടയ്ക്കൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ വെക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടങ്ങ് ലൈക്ക് ചെയ്യുക.